നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. 15 മാസമാണ് എന്റെ ജീവിതം അവർ തകർത്തു കളഞ്ഞത്. എല്ലാ രീതിയിലും നല്ലൊരു ജോലി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്റെ ലൈഫിനെ നശിപ്പിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ സ്വപ്ന സുരേഷിനെ അകത്താക്കാനുള്ള പുതിയ പ്ലാനുമായി പിണറായി സംഘവും യാത്ര തിരിച്ചു കഴിഞ്ഞു. പക്ഷെ യാത്ര പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള സത്യം തുറന്നു പറയുകയാണ് മലയാളി വാർത്ത. മലയാളി വാർത്തയോട് ഇതുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ് സംസാരിച്ച കാര്യങ്ങൾ 15 മാസം തന്റെ ജീവിതം തച്ചുടച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തന്നെയാണ് സ്വപ്ന സുരേഷ് തിരിച്ചു വരുന്നത്. അതായത് മകളും അച്ഛനും ഒളിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളും കള്ളപ്പണ ഇടപാടുകളും മൊത്തം വാരി അലക്കി പുറത്തിട്ട ഇതുവരെ കണ്ട സ്വപ്നയല്ല, ഇനി കാണാനിരിക്കുന്ന സ്വപ്നയെ അതിലും വലുതായി പിണറായി മകളും ചില മന്ത്രിമാരും ഒക്കെ ഭയപ്പെടുക തന്നെ വേണം. എന്തായാലും വ്യാജ സർട്ടിഫിക്കറ്റിൽ സ്വപ്നയെ തളയ്ക്കാം എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നു എങ്കിൽ ആ സ്വപ്നം അങ്ങ് ഉപേക്ഷിച്ചേക്ക് എന്നാണ് സ്വപ്ന തന്നെ പറയുന്നത്. സ്വപ്ന മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. പിണറായി സമയമുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്. എന്നിട്ട് ഇനി സ്വപ്നയെ തളയ്ക്കാൻ പോണോ അതോ മിണ്ടാതിരിക്കണോ എന്നൊന്ന് തീരുമാനിച്ചു. ഇതിപ്പോ ഇന്ന് രാവിലെ വന്നൊരു വാർത്ത, സ്വപ്ന സുരേഷിനെ വ്യാജ സർട്ടിഫിക്കറ്റിൽ തളയ്ക്കാനായി സർക്കാരിന്റെ പുതിയ നീക്കം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് സ്പേസ് പാർക്കിലെ നിയമന കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് ഈ സച്ചിൻ ദാസ് എന്ന് പറയുന്ന ഒരാൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഈ കേസ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് സ്വപ്ന സുരേഷ് ഏത് തരത്തിലും കുടുക്കുക, സ്വപ്ന സുരേഷ് വാ തുറന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം. ഇപ്പൊ കുറച്ചു നാൾ കൊണ്ട് സ്വപ്ന വലിയ വെളിപ്പെടുത്തലുകളൊന്നും നടത്താത്തതുകൊണ്ട് സേഫ് സോണിലാണ് സംസ്ഥാന സർക്കാർ. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ സ്വപ്ന വാ തുറന്നാൽ അത് ഈ പിണറായിയെയും മകളെയും മരുമകനെ അല്ലെങ്കിൽ പല മന്ത്രിമാരെയും അത് ബാധിക്കും, അല്ലെങ്കിൽ പല നേതാക്കന്മാരെയും അത് ബാധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് വീണ്ടും സ്വപ്നയെ ഇത്തരത്തിൽ തളയ്ക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറയാനുള്ളത്? Well, regarding the certificate case, I purely എന്താണ് കോടതിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും ഫോർ ജസ്റ്റിസ്. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നതല്ല. പിന്നെ ഈ ആസ് യു മെൻഷൻഡ്, ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദിസ് സച്ചിൻ ബാബു or whoever it is, I don't know that person at all. And if the government of Kerala is trying to do something like this, play fishy games again against me, I'll definitely not keep quiet. Because ഒരുപാട് കള്ള കേസുകൾ കൊടുക്കുക, എന്നെ മെന്റലി ടോർച്ചർ ചെയ്യുക, എന്റെ ലൈഫിനെ തന്നെ ത്രെറ്റൻ ചെയ്യുക, എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തോളം കാലം if they are going to start new dirty games, I'll definitely not keep quiet. ഞാനും പ്രതികരിക്കും. ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. I will fight till I die for justice. And regarding the certificate case, I purely depend on the honorable court for justice. That's all. എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. They utilized me for their own selfish interest. And as an employee, I have to listen to my boss. അതല്ലാതെ ഞാൻ മറ്റൊരു തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് I'll definitely fight ചെയ്തല്ലേ പറ്റൂ. I want to set an example to all other ladies who are suffering like me. ഒരുപാട് പേര് വെളിപ്പെടുത്തലുമായിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ബാക്കിലോട്ട് വലിയുന്നുണ്ട് ഭയം കൊണ്ട്. നോ നീഡ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. 15 മാസമാണ് എന്റെ ജീവിതം അവർ തകർത്തു കളഞ്ഞത്. എല്ലാ രീതിയിലും നല്ലൊരു ജോലി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്റെ ലൈഫിനെ നശിപ്പിച്ചത്. സോ ഡെഫിനറ്റ്ലി ഐ നീഡ് ടു കം ഫോർവേഡ്. I really need to fight. Otherwise, who will earn for me? ആര് വരും എന്നെ എന്റെ കുടുംബത്തിനെ നോക്കാൻ? Nobody will come forward. That's all.